ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അരുവിപ്പുറം ക്ഷേത്രത്തിലും മഠത്തിലും വരുന്ന പല ഭക്തന്മാരും ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം, ഈ ക്ഷേത്രത്തിൽ ഓവ് കാണുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഓവ് ഉണ്ട്, അത് മുറിച്ചു കടക്കാൻ പാടില്ല എന്നുള്ള ഒരു ആചാരം ഉള്ളതുകൊണ്ട് ആണ് ആളുകൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ശിവക്ഷേത്രത്തിന് ഓവുണ്ട്, പക്ഷെ അതിന് ചുറ്റിയാണ് ആ ക്ഷേത്രത്തിൻ്റെ ഭിത്തി നിൽക്കുന്നത്. ശ്രീകോവിലിൽ നിന്ന് ഓവ് വഴിയായിട്ടാണ് അഭിഷേകം ചെയ്യുന്ന ജലം പുറത്തു വരുന്നത്. പക്ഷെ അത് ഗ്രൗണ്ടിലേക്ക് വരാറില്ല, മുറ്റത്തേക്ക് വരാറില്ല, അത് കാണുന്നില്ല. അങ്ങനെ താല്പര്യമുള്ള, ആ രീതിയിൽ വിശ്വാസമുള്ള ആളുകൾക്ക് അവിടെ വരുമ്പോൾ അവർക്ക് തിരിച്ചു നടന്ന് ഇപ്പുറത്ത് വരാം. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നുള്ള സങ്കല്പത്തിൽ, ത്രിമൂർത്തി സങ്കല്പം എന്ന് പറയും, ആ ശിവൻ്റെ തലയിലാണ് ഗംഗ. ആ ഗംഗ ശിവൻ്റെ തലയിൽ നിന്ന്, ജടയിൽ നിന്ന് ഒഴുകി വരുന്നു. അത് പവിത്രമായിട്ടുള്ള നദിയാണ്. അത് മുറിച്ചു കടക്കരുത് എന്നുള്ളൊരു സങ്കല്പം പണ്ട് ആരോ ആളുകളുടെ മനസ്സിലേക്ക് പകർന്നു. അതുകൊണ്ടാണ് ആ ഒരു വിചാരം ആളുകൾ നിൽക്കുന്നത്. എന്തായാലും വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പോകേണ്ടത് ഗുരുവിൻ്റെ അടുത്തേക്കാണ്. ഗുരു വിശ്രമിച്ചിരുന്ന, ഗുരു ഉപയോഗിച്ചിരുന്ന കട്ടിൽ, പണ്ടത്തെ ചാരുകസേര, ഗുരു നടക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന വടി, ഊന്നുവടി, ഇതൊക്കെ പവിത്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ പവിത്ര സങ്കേതത്തിലേക്ക്, നമ്മുടെ പൂജാമുറി അതാണ്. അവിടെ വന്ന് ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്നുള്ള മന്ത്രം പറ്റുമെങ്കിൽ ഒരു 108 പ്രാവശ്യം അവിടെ ഇരുന്ന് ചൊല്ലി ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് അവിടെ നിന്ന് പിന്നെ ആണ് ക്ഷേത്രത്തിലേക്ക് വരേണ്ടത്. അവിടെ വരുമ്പോൾ നമ്മൾക്ക് ഓം നമഃശിവായ ജപിച്ച് ക്ഷേത്രത്തിന് പറ്റുമെങ്കിൽ ഒരു 5 പ്രാവശ്യം വലം വെച്ച് അവിടെ ഇരുന്ന് കുറച്ചു നേരം ജപിക്കാം. പറ്റുമെങ്കിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ ശിവശതകം, ഗുരുദേവൻ രചിച്ച ശിവശതകം ഒന്ന് പുസ്തകം നോക്കി ചൊല്ലുന്നത് നല്ലതായിരിക്കാം. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ വന്ന് ശാന്തമായി ആ ഭഗവാന്റെ പാദപത്മത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതോടൊപ്പം കുറച്ചു നേരം ധ്യാനിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെയും തലയിലെയും ഒക്കെ ആ ഭാരം അവിടെ ഗുരുവിൻ്റെയും ശിവൻ്റെയും അടുത്തൊക്കെ ഇറക്കി വെക്കുമ്പോൾ, നമ്മൾ വരുന്നത് അതിനു വേണ്ടി തന്നെയാണ്, ഇറക്കി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അത് ഇരുന്ന് നമ്മൾ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിച്ച് ധ്യാനിക്കുമ്പോഴത് മനസ്സിലാകുകയുള്ളൂ. പലരും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, വരുന്നത് പെട്ടെന്ന് വരുന്നു, ആദ്യം ഗണപതിയുടെ അടുത്ത് ഒന്ന് പോകുന്നു, ശിവൻ്റെ അടുത്ത് പോകുന്നു, അവസാനമാണ് ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ അത് തെറ്റായ ഒരു പ്രവണതയാണ്. കാരണം ദൈവം ഇന്നതാണ് എന്ന് കാട്ടിത്തരുന്നതാണ് ഗുരു. അതുകൊണ്ട് കബീർദാസിൻ്റെ ഒരു ദോഹയിൽ പറയുന്നുണ്ട്, ദൈവവും ഗുരുവും ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടാൽ ആരെയാണ് ആദ്യം വന്ദിക്കേണ്ടത്? ഒരു സംശയവുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആരെയാണ്? ഗുരുവിനെ. കാരണം ഇത് ദൈവമാണ് എന്ന് കാട്ടിത്തന്നത്
ഗുരുവാണ്. അതുകൊണ്ട് ആദ്യം ഗുരുവിനോട് ആ നന്ദി പ്രകടിപ്പിച്ച് നമസ്കരിക്കുക, അതിനുശേഷം ദൈവത്തെ. അപ്പോൾ അരുവിപ്പുറത്ത് വരുമ്പോൾ മാത്രമല്ല, ശിവഗിരിയിലായാലും എവിടെ പോകുമ്പോഴും ക്ഷേത്രമുണ്ട് എങ്കിൽ ആദ്യം ഗുരുവിൻ്റെ അടുത്ത് പോയതിന് ശേഷം ആ ക്ഷേത്രത്തിൽ പോയി ദേവനെ നമസ്കരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആളുകൾ തെറ്റായിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ഷേത്ര ദർശനം നമ്മൾക്ക് ഏറ്റവും പുണ്യകരമായി മാറണമെങ്കിൽ അവിടെ ഇരുന്ന് നമുക്ക് നന്നായിട്ട് ജപിക്കുവാനും ധ്യാനിക്കുവാനും ഗുരുവിൻ്റെ കൃതികൾ നമുക്ക് ചൊല്ലുവാനും, ഏത് ദേവതയാണോ ആ ദേവതയുടെ കൃതികൾ നമുക്ക് ചൊല്ലുവാനായിട്ടുള്ള ഒരു സമയവും കൂടി നമ്മൾ കണ്ടെത്തി വേണം വരാനായിട്ട്. ദൂരെ നിന്ന് വരുന്ന ആളുകൾ പലപ്പോഴും അവർക്ക് സമയം കുറവാണ്, കാരണം മറ്റു പല സ്ഥലങ്ങളിലേക്കും ഓടിയെത്തണം. ശരി തന്നെ, പക്ഷേ ഒരിക്കലും ഗുരുസ്ഥാനത്ത് മൂലസ്ഥാനത്ത് വരുമ്പോൾ ആ തിരക്ക് പാടില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തി ഇവിടെ കുറച്ച് ചെലവഴിച്ച് തന്നെ പോകണം. അതിന് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.